ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് അല്ല, മറിച്ച് വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെയും ആളുകൾ ഇതിനെ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു സ്ത്രീക്ക് പുരുഷനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ സ്നേഹത്തിന്റെ ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ അത്ര ഈസി അല്ല. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 സൈക്കോളജിക് ടിപ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഷീ പ്രയോറിറ്റൈസ് യു. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായിട്ട് അത്രയും ഡീപ്പായിട്ട് ലവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവളുടെ ടൈമും എഫേർട്ടും ഒരുപോലെ അവന് വേണ്ടി മാറ്റിവെക്കാൻ അവൾ റെഡി ആയിരിക്കും. അവൾ എത്ര തിരക്കുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്കുള്ള ടൈം അവർ മാറ്റിവെക്കാൻ അവർ സമയം കണ്ടുപിടിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടി നിങ്ങൾക്ക് അത്രയും പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ അവരുടെ ലവിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ഒരാളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അവൾ ഒരാളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും അവൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു പാർട്ട്ണറിനായിരിക്കും. അത് നിങ്ങൾക്ക് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛനേക്കാളും അമ്മയേക്കാളും അവരുടെ സഹോദരങ്ങളെക്കാളും ഫ്രണ്ട്സിനേക്കാളും ഒക്കെ പ്രയോറിറ്റി ഇവളുടെ ഹസ്ബൻഡിനായിരിക്കും. ചില കേസിൽ ഇവൻ അവരെക്കാളും പ്രയോറിറ്റി, അതായത് നമ്മളെക്കാളും പ്രയോറിറ്റി വരെ നമ്മൾ നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിന് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവൾ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവളുടെ സ്നേഹത്തിന് അത്രമാത്രം ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഷീ കെയർ അബൌട്ട് യുവർ ഇമോഷൻസ്. നമുക്ക് ഒരാളുടെ സന്തോഷം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ ഒരാൾ നമ്മളുടെ മുന്നിൽ നിന്ന് കരയുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുമ്പോൾ അത് എല്ലാവർക്കും, അതായത് നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. അത് നമ്മളുമായിട്ട് ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ കീപ്പ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. സോ ഇവിടെ നമ്മൾ പറയുന്നത്, ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അത്രയും ഡെപ്തോടു കൂടി ഒരാളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവൾക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളത് പുറത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ ആരോടും പറയുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ മുഖം നോക്കി അവൾക്കത് വായിച്ചെടുക്കാൻ കഴിയും. അവൾ നിങ്ങളോട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിൽ വരുന്ന വേരിയേഷൻസ് എല്ലാം അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും, ഇതെങ്ങനെ ഇപ്പോൾ ഇവൾക്ക് മനസ്സിലാവണേ, ഞാനിപ്പോൾ ഇവളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്നേഹത്തിന് അത്രയും ആഴമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഷീ സപ്പോർട്ട് യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം അത് നിങ്ങളുടെ കരിയറിലുള്ള ഒരു ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലുള്ള എന്തെങ്കിലും ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഗ്രോത്ത് ആവാം. എന്തായിക്കോട്ടെ, അതിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തു തരുന്നതായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതൊന്നും എല്ലാ പെൺകുട്ടികൾക്കും ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു പെൺകുട്ടി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ മേ ബി അവർ നല്ല മോട്ടിവേഷൻ ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കില്ല. മേ ബി അവർക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ആ ഒരു സബ്ജക്റ്റിൽ വലിയ നോളേജ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പം നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ മേ ബി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം അവർക്ക് ഈ IT ഫീൽഡിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും അവർ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെ അവർ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇത്രയും എഫേർട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. ആ ടൈം അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർക്ക് അത്രമാത്രം നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഡിഫിക്കൽട്ടി ഉള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്,
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലായി പോകുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൈ പിടിച്ച് ഇവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി, ഈ ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം എന്നൊന്നുമില്ല. അവർ നമ്മുടെ കൂടെ ഉണ്ടാവോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ. അവളുടെ പെരുമാറ്റവും ബിഹേവിയറും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടി നമ്മളുടെ കൂടെ നിൽക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്തരത്തില് നിങ്ങളുടെ ടഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് അവൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. 5ാമത്തെ കാര്യം, ഷീ റെസ്പെക്ട് യു. ഒരു സ്നേഹത്തില് അതിപ്പം പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടാണെങ്കിലും അതേപോലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ച് ലവില് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നതും റെസ്പെക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെസ്പെക്റ്റ് തരും, നിങ്ങളുടെ ഒപ്പീനിയൻസിന് വാല്യൂ തരും. അവരൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളെ കൂടെ അതിൽ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് വേണ്ടാന്ന് പറയുമ്പോൾ അതിന്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിനെയും നിങ്ങളുടെ ബൗണ്ടറീസിനെയൊക്കെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൾ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ്. സോ ഒരു പെൺകുട്ടിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരുപാട് ഫേക്ക് പ്രോമിസുകൾ തരിക, അല്ലെങ്കിൽ ഒരുപാട് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വേർഡ്സ് പറയാ, ഇതൊന്നും അല്ല. അവളുടെ ചെറിയ ചെറിയ ആക്ഷൻസിൽ നിന്നും അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയും. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.